വാണിജ്യാവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറിന്റെ അന്യായ വിലവർധനയിൽ പ്രതിഷേധിച്ച് 6-ന് കേരളത്തിൽ ഹോട്ടലുകളും ബേക്കറികളും അടച്ചിടും. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ, കേരള ഹോട്ടൽ ആൻഡ് ബേക്കേഴ്സ് സമിതി, വ്യാപാരി വ്യവസായി സമിതി, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എന്നിവയുടെ നേതൃത്വത്തിലാണ് സമരം. എണ്ണ കമ്പനി ഓഫീസുകളിലേക്കും ജില്ലാ ആസ്ഥാനങ്ങളിലേക്കും മാർച്ചും നടത്തും. ഒറ്റയടിക്ക് 993 രൂപയാണ് വാണിജ്യ സിലിണ്ടറിന് കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചത്. 5 മാസത്തിനിടെ വാണിജ്യ സിലിണ്ടറിന് 1498 രൂപ വർദ്ധിപ്പിച്ചു. നിലവിൽ 19 കിലോ വാണിജ്യ സിലിണ്ടറിന് 3085 രൂപയാണ് നൽകേണ്ടത്. സിലിണ്ടർ ക്ഷാമം മൂലം ഇപ്പോൾ തന്നെ 50% താഴെ ഹോട്ടലുകളെ പ്രവർത്തിക്കുന്നുള്ളൂ. വിലവർധനയുടെ ആഘാതം പൊതുജനങ്ങളെ ബാധിക്കും. ഹോട്ടൽ ഭക്ഷണവില ഉയരുന്നതോടെ സാധാരണക്കാരുടെ ജീവിത ചെലവ് കൂടും. ഹോട്ടൽ, ബേക്കറി, കാറ്ററിംഗ് മേഖലയെ തകർക്കും. 8-ന് ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ വ്യാപാരി വ്യവസായി സമിതി പ്രതിഷേധിക്കും. ചെറുകിട വ്യാപാരികൾക്ക് പ്രത്യേക സബ്സിഡി നൽകി പ്രതിസന്ധി പരിഹരിക്കണമെന്ന് സംഘടനാ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഇതെനിക്ക് തരുമോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും, മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.